യാത്രക്കിടെ വർക്കലയിൽ വെച്ച് നടന്ന അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാരും റെയിൽവേയും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം. യുവതിയുടെ മാതാവ് പ്രിയ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം ആവശ്യപ്പെട്ടത്. 2025 നവംബർ 2 എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപാനിയായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നെടുമങ്ങാട് പാലോട് സ്വദേശിനി ശ്രീകുട്ടിയാണ് അതിക്രമത്തിനിരയായത്. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട ശ്രീകുട്ടിക്ക് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷവും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല. ഓർമ്മശക്തിയും കാഴ്ചശക്തിയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടക്കുന്നത്. റെയിൽവേ അധികൃതർ ചികിത്സയ്ക്കായി ഒരു തുക നൽകിയെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. ഇപ്പൊ അവൾ ജീവനോടെ ഉണ്ട്. അവൾക്ക് തുടർ ചികിത്സ വേണം. അവൾക്ക് നല്ല ചികിത്സ കിട്ടിയാൽ അവൾ ഓക്കെ പഴയതുപോലെ ആവും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇപ്പോഴല്ലേ പൈസയുടെ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ എനിക്ക് സഹായത്തിന്റെ ആവശ്യം. ഇപ്പം തരാതെ അവരിനി എപ്പോഴാ തരുന്നത്? ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് കൊണ്ടുവന്ന് കുറച്ച് കാശ് തന്നിട്ട് അത് നിങ്ങൾ വെച്ചോന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി കൊടുക്കാനായത്? ഈ 19 വയസ്സ് വരേക്കും ഒരു കുഴപ്പമില്ലാതെ കൈക്കോ കാലിനോ കണ്ണിനോ മുക്കിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് വളർത്തിയെടുത്താണ് അവളെ, തനിച്ച്. അച്ഛനില്ല. ഞാൻ കുറെ 10 വർഷമായിട്ട് പണക്കാണ്. ആ 12 വർഷം കാലയളവിൽ ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് 2 മക്കളെ വളർത്തണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വളർത്തിയത്. നഷ്ടപരിഹാരത്തിന് വക്കാലത്ത് നൽകാൻ ആവശ്യപ്പെട്ട് കൈയൊഴിയുന്ന സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചത്. ഭീമമായ തുക കടത്തിലായിക്കൊണ്ടാണ് കുടുംബം നിലവിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റെയിൽവേ അധികൃതരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നും തുടർ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ യുവതിയുടെ മാതാവ് പ്രിയയോടൊപ്പം വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ, വൈസ് പ്രസിഡന്റ് സഫിയ ഇഖ്ബാൽ, ജില്ലാ പ്രസിഡന്റ് ബുഷ്ര അരീക്കോട് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.